ബിഗ് ബോസ് സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ എപ്പിസോഡിനെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എപ്പിസോഡിനെ പറ്റി കാര്യമായിട്ട് എടുത്തു പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു എപ്പിസോഡായിരുന്നു വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് ഫൺ എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ട് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള എപ്പിസോഡായിരുന്നു. എപ്പോഴും ഒരു ഡാർക്ക് മോഡ് പിടിക്കുന്നതിനെയൊക്കെ മാറ്റി പിടിച്ച് അത്യാവശ്യം കോമഡി കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തെങ്കിലും കമ്പയറിംഗ് ടു അതർ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, എനിക്ക് ഒന്നും പറയാൻ തോന്നാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോറയെ ബൂസ്റ്റ് ചെയ്യുന്നത് കാണുമ്പോഴാണ് എനിക്ക് ഇറിറ്റേറ്റ് ആവുന്നത്. കാരണം ഹൗസിൽ അത്രയും പേര്, അതായത് ഇത്രയും എപ്പിസോഡ് കഴിഞ്ഞിട്ടും അതിൻ്റെ അകത്ത് നിറച്ച ആളുകളുണ്ട്, ഒരുപാട് പേര് അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ടെങ്കിലും എന്ത് കാര്യം പറയുമ്പോഴും ലാസ്റ്റ് നോറയ്ക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്, എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എല്ലാ കാര്യത്തിലും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാ കാര്യത്തിലും നോറയെ വിളിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തി നോറയെ കുറേ നേരം ഒരു എപ്പിസോഡിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് എന്തിനാണെന്ന് മനസ്സിലാവുന്നത്. ബാക്കി എന്തോരം പേരെ അതിൻ്റെ അകത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ എപ്പിസോഡായാലും ഇന്നത്തെ എപ്പിസോഡായാലും അതിലും സംസാരിക്കാൻ പോലും അവസരം കിട്ടാത്ത പലരും അതിൻ്റെ അകത്തിരിക്കുന്നുണ്ട്. ഈ നോറയെ എല്ലാ കാര്യത്തിലോട്ടും ലാലേട്ടൻ വലിച്ചിട്ട് നോറയുടെ ഒരു അഭിപ്രായം പറയിപ്പിക്കുന്നു. നോറയ്ക്ക് ആവശ്യമില്ലാത്ത സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഇന്നത്തെ എപ്പിസോഡ് നോറയ്ക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുത്തെങ്കിലും എപ്പിസോഡ് ആര് തൂക്കിയെന്ന് ചോദിച്ചാൽ ജിൻഡോ ആയിരുന്നു. അതായത് ജിൻഡോ ഒരു പടി മേലെ കയറി എന്ന് കളിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എല്ലാ കാര്യത്തിനും സ്ട്രോങ് ആയിട്ട് നിന്ന് മറുപടി കൊടുക്കുന്ന ഒരു ജിൻഡോനെ ഞാൻ അവിടെ കണ്ടത്. എല്ലാവരുടെയും ടാർഗറ്റ് ജിൻഡോ ആണെന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കാരണം എല്ലാ കാര്യത്തിലോട്ടും വെറുതെ ജിൻഡോനെ എല്ലാവരും കൂടി വലിച്ചിടും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ റസ്മിൻ നേരെ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നത് ജിൻഡോയാണ്. അപ്പോൾ ഹൗസിലുള്ള ഒരുപാട് പേര് റസ്മിൻ്റെ ക്യാപ്റ്റൻസി മോശമാണെന്ന് പറഞ്ഞിട്ടെങ്കിലും ജിൻഡോ വളരെ ന്യൂട്രലായിട്ടാണ്, ഒരു മൈൽഡായിട്ടാണ് പറഞ്ഞത്. അതിനേക്കാൾ രൂക്ഷമായിട്ട് പറഞ്ഞ ആളുകൾ അതിൻ്റെ അകത്തുണ്ട്. എന്നിട്ട് അവരെല്ലാം വിട്ടിട്ട് റസ്മിൻ നേരെ പോയി അറ്റാക്ക് ചെയ്യുന്നത് ജിൻഡോയാണ്. അപ്പോൾ ജിൻഡോ അവിടെ സ്ട്രോങ് പ്ലെയർ ആണെന്നുള്ളൊരു കാര്യം എല്ലാവരും മനസ്സിൽ കിടക്കും. ജിൻഡോയെ എങ്ങനെ അടിച്ചിരുത്താം, ജിൻഡോയുടെ മേലെ എങ്ങനെ കയറാം എന്നുള്ളൊരു ഒറ്റ ശ്രമത്തിലാണ് ഹൗസിലുള്ള എല്ലാവരും. അവരുടെ എല്ലാവരുടെയും ഗെയിം സ്ട്രാറ്റജിയിൽ ഫസ്റ്റ് അവരുടെ മൈൻഡിലുള്ളതെന്ന് വെച്ചാൽ ജിൻഡോയെ കടത്തി വിടണം എന്നുള്ളൊരു മൈൻഡാണ്. കാരണം ജിൻഡോയുടെ ഒപ്പം പിടിക്കാനായിട്ട് ഒരാൾക്കും പറ്റുന്നില്ല എന്നുള്ളതാണ്. പുറമേ നോക്കുമ്പോൾ എന്താണ്, ജിൻഡോ മണ്ടനാണ്, ജിൻഡോക്ക് സംസാരിക്കാൻ അറിയില്ല, ജിൻഡോയെ വിശ്വസിക്കാൻ കൊള്ളില്ല, അങ്ങനത്തെ ഒരുപാട് ടാഗ് ലൈനുകൾക്ക് അയാൾക്ക് അടിച്ചമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവർക്കെല്ലാവർക്കും അറിയാം അയാളാണ് അതിൻ്റെ അകത്ത് ഇപ്പം നിലവിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേ നടത്തിക്കൊണ്ടിരിക്കുന്ന പുള്ളിയാണ്. കാരണം അത്രയും വലിയൊരു ഫാൻ സപ്പോർട്ട് പുള്ളി ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് വെറുതെ ഒന്നുമല്ല, പുള്ളിയുടെ കണ്ടന്റ് ആളുകൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഇഷ്ടപ്പെടാത്തവരുണ്ട്, ഞാനത് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമെന്നല്ല ഞാൻ പറയുന്നത്. ഹേറ്റേഴ്സും ഉണ്ട്, ജിൻഡോയുടെ പ്ലേ ഇഷ്ടമില്ലാത്തവരുണ്ട്. പക്ഷേ വലിയൊരു മാസ് സപ്പോർട്ട് ജിൻഡോ ഈ ഒരു ഇത്രയും ദിവസങ്ങളുണ്ട് അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്ത് എടുത്തതിലുള്ള കാര്യം ഹൗസിലുള്ള എല്ലാവർക്കും അറിയാം. പുറത്തുനിന്ന് വന്നവരും ഇപ്പോൾ വൈൽഡ് കാർഡുകൾ പുറത്ത് പോയി വന്നവരും എല്ലാവരും പറഞ്ഞ് ഹൗസിലുള്ള എല്ലാവർക്കും അറിയാം ജിൻഡോയുടെ സപ്പോർട്ടുള്ളത്. വേറെ ഒന്നും വേണ്ട, ജിൻഡോ അവിടെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനോട് ജിൻഡോ സംസാരിക്കുന്ന സിറ്റുവേഷനിൽ അവിടെ ഇരിക്കുന്ന പ്രേക്ഷകരുടെ കയ്യടി കണ്ടാൽ തന്നെ അറിയാം ജിൻഡോക്ക് എത്ര സപ്പോർട്ട് പുറത്തുണ്ട്, ബാക്കിയുള്ളവർക്ക് എത്ര സപ്പോർട്ട് കുറവാണെന്നുള്ളത് മനസ്സിലാക്കാൻ അവിടെ ഇരിക്കുന്നവരുടെ കയ്യടി മാത്രം മതി. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ജിൻഡോ എന്ത് പറഞ്ഞാൽ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിൻഡോക്കെതിരെ എങ്ങനെയും കളിക്കണം, ജിൻഡോയെ നെഗറ്റീവ് ആക്കണം, ജിൻഡോയെ നെഗറ്റീവ് ആക്കിയാലേ ബാക്കിയുള്ളവർക്ക് കയറി വരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ബോധ്യം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിനുള്ള കേടെന്നുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ റസ്മിൻ കയറി ജിൻഡോയുടെ വെക്കിട്ട് കയറുന്നത്. അപ്പോൾ ഈ ജിൻഡോയുടെ വെക്കിട്ട് കയറുമ്പോൾ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസിലുള്ള ആര് പോയി ജിൻഡോയുടെ എതിരെ നിന്ന് കഴിഞ്ഞാലും ഇപ്പോൾ റസ്മിൻ പോയി നിൽക്കുമ്പോൾ ബാക്കി എല്ലാവരും സപ്പോർട്ട് നാച്ചുറലി വരിക റസ്മിൻ്റെ ഭാഗത്താണ്. കാരണം അവിടെ അങ്ങനെയാണ്, ജിൻഡോക്കെതിരെ ആര് പോയി കളിച്ചാലും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കേ സപ്പോർട്ട് വരുള്ളൂ. ഹൗസിലുള്ള ഒരു സപ്പോർട്ട്, വീടിൻ്റെ അകത്തെ സപ്പോർട്ട് കിട്ടുന്നത്, ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാണ്. അപ്പോൾ ഹൗസിലുള്ള എല്ലാവർക്കും ഒരു ഈസി ടാർഗറ്റാണ്. കാരണം ജിൻഡോക്ക് എതിരെ പോയി കഴിഞ്ഞാൽ ഒരു ബാക്കപ്പ് ടീം എങ്ങനെ വന്നാലും പുറകെ വരും എന്നുള്ളത് നാച്ചുറലി അവർക്കറിയാം. അപ്പോൾ അതിൻ്റെ പേരിലുള്ളൊരു ചാടിക്കയറ്റമാണ് ഈ കാണുന്നത്, ജിൻഡോയുടെ നേരെ പോകുന്നത്. പക്ഷേ ജിൻഡോക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ജിൻഡോ ഇതെല്ലാം തട്ടിക്കളഞ്ഞ ജിൻഡോൻ്റെ കാര്യം നോക്കി പോകുന്ന ഒരു സിറ്റുവേഷനാണ്. ജിൻഡോയേക്കാൾ മോശമായിട്ട് റസ്മിൻ്റെ ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞ ആളുകൾ അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ജിൻഡോൻ്റെ നേരെ പോയിട്ട് ഇത്ര വലിയ ഷോ ഇറക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ഭയങ്കര റൂഡായിട്ട് പറയണം, എനിക്ക് ആൾ ഇഷ്ടമല്ല, എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെയൊക്കെ സംസാരം ഇഷ്ടമല്ലെങ്കിൽ അത് മൈൻഡ് വെച്ചു. ഇത്രയും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കണമല്ല, അതിൻ്റെ ഇടയിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് പേഴ്സണലായി എനിക്ക് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് എല്ലാവരും അതിലുള്ള എല്ലാവരും ഓപ്പോസിറ്റ് പ്ലെയേഴ്സാണ്. അപ്പോൾ അല്ലാണ്ട് ടീം വർക്കിലൂടെ ഇത് കളി ജയിക്കേണ്ട ഒരു ഗെയിം അല്ല ഇത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും ശത്രുക്കളാണ്. പക്ഷേ ഒരാൾ മാത്രം ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ഗെയിം മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതിൽ ജാസ്മിൻ്റെ കാര്യമായാലും ലാലേട്ടൻ വന്ന് വളരെ കൂളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ പോലും ഈ ജാസ്മിൻ ആയാലും ശ്രീതു ആയാലും ഒന്ന് ജിൻഡോക്ക് എതിരായിട്ടാണ് സംസാരിക്കുന്നത്.
അവിടെ ലാലേട്ടൻ ട്രൈ ചെയ്യുന്നുണ്ട്, അതൊരു ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്കാക്കി മാറ്റാൻ ട്രൈ ചെയ്യുന്ന സിറ്റുവേഷനിൽ പോലും അവിടെ ഭയങ്കര ഒരു ഗ്രഡ്ജ് ഫീൽ ചെയ്യുന്ന പോലത്തെ സംസാരമാണ് ജാസ്മിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകുന്നത്. ജാസ്മിന് ഓൾറെഡി നല്ല ദേഷ്യം ഉണ്ടാകും, കാരണം തൻ്റെ ഒരു പാർട്ട്ണർ പുറത്ത് പോയിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ദേഷ്യം ജാസ്മിൻ്റെ മുഖത്ത് ഇന്നത്തെ എപ്പിസോഡിൽ ഉടനീളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി വരാൻ പോണ വീക്കിൽ നല്ല രീതിയിൽ ആൾക്കാത്താൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ വളരെ നാടകീയമായ രംഗങ്ങളാണ്. അതിൽ ഇപ്പോൾ എപ്പിസോഡിനേക്കാളും കൂടുതൽ കണ്ടന്റ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലൈവിലാണ്. കാരണം നാളത്തെ പവർ റൂം സെലക്ഷൻ, അതായത് ഋഷി ക്യാപ്റ്റനായിട്ട് ഋഷി നാളെ എല്ലാ ടീമുകളും പൊളിച്ചു പണിത് പുതിയൊരു പവർ ടീമിനെ അകത്തോട്ട് കയറ്റാനുള്ള പ്ലാനാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ പലരും ഋഷിയുടെ അടുത്ത് പോയിട്ട് പല പല പ്ലാനുകൾ ഇടുന്നുണ്ട്. ഋഷിയുടെ അടുത്ത് പോയിട്ട് അൻസിബ മാസ്റ്റർ മൈൻഡ് ഗെയിം പ്ലാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അഭിഷേകിൻ്റെതായ ഒരു പ്ലാൻ. അപ്പോൾ ഇതെല്ലാം കേട്ട് ഋഷി സത്യം പറഞ്ഞ അവിയിൽ പരിപാടിയിരിപ്പുണ്ട്. പിന്നെ സെപ്പറേറ്റ് പ്ലാൻ ഇടുന്ന രണ്ടുപേരുണ്ട്, സിജോയും സായും. ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ഒരു പ്ലാനിങ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ജാസ്മിൻ്റെ വക ഒരുപാട് ഡ്രാമ സീനുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഗബ്രി പോയതിൻ്റെ വിഷമത്തിൽ ഗബ്രിയുടെ ഡ്രസ്സ് ഇട്ട് ഗബ്രിയുടെ കട്ടിലിൽ പോയി കിടന്ന് വന്നു, അവിടെ പട്ടി വരയ്ക്കുന്നു. അങ്ങനത്തെ നാടകീയമായ രംഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് നോക്കി കിടന്ന് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇമാതിരി വെറുപ്പിക്കണമെങ്കിൽ 2 ദിവസത്തേക്ക് ഇത് കാണേണ്ടി വരും. അപ്പോൾ അതെന്തായാലും നമുക്ക് മൈൻഡ് ചെയ്യണ്ട, അത് അതിൻ്റെ വഴിക്ക് വിടാം. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇനി കാണാൻ പോകുന്ന വീക്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ റസ്മിൻ ജാസ്മിനെതിരെ തിരിയുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കാരണം റസ്മിൻ്റെ ഒരു പ്ലേ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഇട്ട പോലെ ആയിരുന്നു നമ്മുടെ ഗബ്രിക്കെതിരെ തിരിഞ്ഞത്. ഇപ്പോൾ ഗബ്രിക്ക് ഇത്ര സപ്പോർട്ടില്ല, ഗബ്രി പുറത്ത് പോയി. അതായത് ജാസ്മിൻ ഗബ്രി കോംബോ പുറത്ത് ഫ്ലോപ്പാണെന്നുള്ളൊരു ഐഡിയ എന്തായാലും റസ്മിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ ഇനി കളിക്കാൻ പോകുന്നത് ജാസ്മിനെതിരെ നിന്ന് ജാസ്മിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് എന്തായാലും റസ്മിൻ നിൽക്കാൻ പോകുന്നില്ല. കാരണം അപ്സരായിട്ടുള്ളൊരു കോൺവെർസേഷനിൽ റസ്മിൻ ക്ലിയർ ആയിട്ട് അതിപ്പോൾ പറയുന്നുണ്ട്. കാരണം ഇനി എനിക്ക് ആ ഒരു ഫീൽ കിട്ടുന്നില്ല, എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അവൾ പറയുന്നതിനോട് എതിർപ്പാണ്, ആ ഒരു രീതിയിലുള്ള സംസാരം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അതായത് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ് ഒരു ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇവർക്കെതിരെ നിന്ന് കളിക്കുമെന്നുള്ള പ്ലാനിലാണ് റസ്മി വന്നതെന്ന് മനസ്സിലാവും. കാരണം അല്ലാണ്ട് പെട്ടെന്നൊരു ദിവസം പോയിട്ട് ജാസ്മിനെതിരെ കളിക്കുന്ന ജാസ്മിനെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ പിന്നെ അപ്സരയെ ഇരുത്തിയിട്ട് റസ്മിൻ ഒരുപാട് കാര്യങ്ങൾ ജാസ്മിനെ പറ്റി പറയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ജാസ്മിനെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ അപ്സര വിട്ടു കൊടുക്കുന്നില്ല. അപ്സര പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ആ പേര് പറഞ്ഞിട്ട് അവരുടെ കാര്യം പറയാനാണെങ്കിൽ ഞാനത് പറയില്ല എന്ന് കാരണമുള്ള രീതിയിൽ ഭയങ്കര ഒരു വിരളി പിടിച്ചൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ റസ്മിൻ അതിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്, അതെല്ലാം കൂടി എക്സിക്യൂട്ടീവ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷനിലോട്ടാണ് റസ്മിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഈ വീക്കോട് കൂടി റസ്മിൻ്റെ കാര്യത്തിലൊരു തീരുമാനമെന്ന് തോന്നുന്നു. പിന്നെ നോറ, എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷനിൽ ഏറ്റവും കുറവ് വോട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ ലാസ്റ്റ് നിൽക്കുന്നത് നോറക്കായിരുന്നു. അപ്പോൾ നോറയെ സേവ് ചെയ്യാനാണോ എന്ന് എനിക്കറിയില്ല. രതീഷിൻ്റെ എവിക്ഷനിലോടുകൂടി ആ ഒരു എവിക്ഷൻ മാറ്റി അങ്ങ് കളഞ്ഞത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നോറയെ സേവ് ചെയ്ത് നിർത്താനാണെന്ന് തോന്നുന്നു. കാരണം നോറയെ നിർത്തുന്നതിലൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആയതുകൊണ്ട് തന്നെയാണ്. കാരണം ആരിലും ഇൻഫ്ലുവൻസ് ആവേണ്ട നോറ ഒരു വഴി കൂടി പോകുന്നുണ്ടെങ്കിൽ ആ വഴി തന്നെ നോറ പോകും. ആര് വിളിച്ചാലും ഇടത്തോട്ട് വലത്തോട്ട് തിരിയാണ്ട് സ്ട്രൈറ്റ് ആയിട്ട് നോറ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ നോറ അതിൻ്റെ നിർത്തുന്നത്. പക്ഷേ വല്ലാത്ത സപ്പോർട്ട് നോറക്ക് കിട്ടുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നായാലും ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നായാലും നല്ല സപ്പോർട്ട് നോറക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ന് ഇത്രയും കൂട്ടുകുറവുണ്ടായിരുന്ന ഒരാളെ അവിടെ സേവ് ആക്കിയിട്ട് രതീഷിനെ അതിൽ നിന്ന് എടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ രതീഷിനെ സെപ്പറേറ്റ് പുറത്താക്കിയിട്ട് നമ്മുടെ നോറയെ എവിക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോയിരുന്നു. പക്ഷേ നോറയെ സേവ് ആക്കിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഏറ്റവും കുറവ് വോട്ടാണ്, അതായത് ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു നോറക്ക്. ഏറ്റവും ലാസ്റ്റ് കിടന്നിരുന്ന ഗബ്രിയും നോറയുമായിരുന്നു. അവർ തമ്മിൽ നിസ്സാര വോട്ടുകളുടെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അവരെപ്പോഴും ഇതുപോലെ ഇങ്ങനെ ഷിഫ്റ്റായി കയറി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നതാണ് അറിഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നോറയെ സേവ് ആക്കിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പറയാനുള്ളത്, ഋഷിയുടെ പ്ലാൻ വെച്ചിട്ട് ഇപ്പോൾ അകത്തോട്ട് നമ്മുടെ പവർ റൂമിലോട്ട് കയറാൻ പോകണതിലും മെയിൻ ആയിട്ടുള്ള 2 ആൾക്കാർ ശ്രീരേഖ ശരണ്യ തന്നെയാണ്. അതായത് അവർ പ്ലാൻ ചെയ്താക്കുന്ന വീക്കായിട്ടുള്ള ആളുകളെ എത്തിയിട്ട് സ്ട്രോങ് ആയുള്ള ആളുകളെ നോമിനേഷനിൽ വരുത്തി സ്ട്രോങ് ആയുള്ള ആളുകളെ പുറത്ത് കളയാന്നുള്ളൊരു പ്ലാനാണ് ഇട്ടിരിക്കുന്നത്. അഭിഷേകാണ് ഈ പ്ലാൻ ഇട്ടത്. അപ്പോൾ ഈ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അവരുടെ ഗെയിം വെച്ച് നോക്കുമ്പോൾ അടിപൊളി പ്ലാനാണ്. കാരണം സ്ട്രോങ് ആയിട്ടുള്ള ആളുകളൊക്കെ ആദ്യം തന്നെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ വീക്കായിട്ടുള്ളവരെ കളയാൻ ഈസിയാണല്ലോ. അപ്പോൾ അത് നല്ലൊരു ഐഡിയ തന്നെയാണ്, അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ പ്രശ്നം വരാൻ പോകുന്നത്, നമ്മൾ പ്രേക്ഷകർക്ക് കാണുന്ന കണ്ടന്റുകൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. കാരണം ഈ സെയിം ടീം തന്നെ പിന്നെയും പവർ ടീമിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസൈക്കബിളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ശ്രീരേഖയുടെ കാര്യമായാലും ശരണ്യയുടെ കാര്യമായാലും ഭയങ്കര ബോറ് പരിപാടിയാണ്. ഈ 2 പുറത്ത് ഹൗസിൽ ഉള്ളത് തന്നെ ഒരു നെഗറ്റീവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതിനെ തന്നെ പവർ റൂമിലിട്ടിട്ട് പിന്നെ കൂടുതൽ വെറുപ്പിക്കൽ. ശ്രീരേഖയുടെ അഭിനയം കാണേണ്ടി വരും. പിന്നെ ശരണ്യയുടെ യോഗ ക്ലാസ്, ലൈവിൽ ഇത്രയും വെറുപ്പിക്കുന്ന കണ്ടന്റ് വേറെ ആളുകളില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഗബ്രിയും കൂടി പോയതുകൊണ്ട് ഇനി ജാസ്മിൻ ഗബ്രിയുടെ കോംബോ ലൈവിൽ ഇനി ഉണ്ടാവില്ല. അപ്പോൾ ഇനി കൂടുതൽ കാണിക്കാൻ പോയ ഇവരുടെ ഈ യോഗ ക്ലാസ് ഇതൊക്കെയാണ്. യോഗ ക്ലാസ്സിനെ ബിഗ് ബോസ് വരെ ട്രോളി ലൈവിൽ. നിങ്ങളെ എന്തോ ഒരു വാക്ക് പറഞ്ഞല്ലോ, ഈ അങ്ങനെ എന്തൊരു വാക്ക് പറഞ്ഞത്, ഇത്
കഴിഞ്ഞെങ്കിൽ ലിവിംഗ് റൂമിലോട്ട് പോകാം. അപ്പോൾ തന്നെ ശരണ്യ ബിഗ് ബോസ് എന്താണ് അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ശരണ്യ നല്ലായിരുന്നു ബിഗ് ബോസ്. അപ്പോൾ നല്ലായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതായത് ബിഗ് ബോസിന് അറിയാം. പിന്നെ പിറ്റേ ദിവസം ഇതുപോലെ പിന്നെ യോഗ ക്ലാസ് വരുമ്പോൾ ദൈവം യോഗ ക്ലാസ് ലൈവ് ഇപ്പോൾ ബോറടിച്ചു കൊടുക്കും, ആളുകളെല്ലാം ലൈവിൽ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അപ്പോൾ തന്നെ എല്ലാവരും വിളിച്ചിട്ട് ടാസ്ക് കൊടുക്കും. ശരണ്യ കംപ്ലയിൻറ്റ് ചെയ്യണം, ബിഗ് ബോസ് എനിക്ക് യോഗ ക്ലാസ്സിനുള്ള സമയം തരുന്നില്ലല്ലോ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യും. കാരണം അത്രയും വെറുപ്പിക്കലാണ് ഈ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ. എല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്ന് യോഗ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ലൈവിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കണ്ടിരിക്കാൻ പറ്റില്ല. ഇനി ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുന്ന എനിക്കറിയില്ല. അപ്പോൾ ഈ വക വെറുപ്പിക്കലായിട്ടുള്ള ഐറ്റംസൊക്കെയാണ് ഈ പറഞ്ഞ ആളുകളുടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് ഇനി പവർ റൂമിൽ കയറാൻ ചാൻസ്. ഋഷിയുടെ ഇപ്പോഴത്തെ ഒരു ലാസ്റ്റ് പ്ലാനിങ്ങിൽ ആ ഒരു ലെവലിലാണ് പോയിരിക്കുന്നത്. ശ്രീരേഖ, ശരണ്യ, നന്ദന, അഭിഷേക് 8 പേരെയൊക്കെ പവർ റൂമിൽ കയറ്റാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താവുമെന്ന് അറിയില്ല. പക്ഷേ ബിഗ് ബോസ് എന്തായാലും ടെസ്റ്റ് കൊടുക്കും ഇക്കാര്യത്തിൽ. ഇത്രയും ഓപ്പണായിട്ട് ഒരു പ്ലാൻ ഇട്ട സ്ഥിതിക്ക് ബിഗ് ബോസ് ഉറപ്പായൊരു ടെസ്റ്റ് കൊടുക്കും. കാരണം നാളത്തെ എപ്പിസോഡിൽ ചലഞ്ചേഴ്സ് വരികയാണ്, ഹോട്ടലാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒരു ടെസ്റ്റ് ഉറപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല ഇവരാരും മനസ്സിൽ വെച്ചല്ല കളിക്കുന്നത്. ഇവരെല്ലാവരും കൂട്ടത്തോടെ മൈക്ക് കൂട്ടി ക്യാമറ മുന്നിലിരുന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഓൾറെഡി മനസ്സിലായി. അപ്പോൾ അവിടെ ടെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം? ബിഗ് ബോസിനാണ് നഷ്ടം. അപ്പോൾ എന്തായാലും ഒരു ടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ടെസ്റ്റ് വന്നില്ലെങ്കിൽ ഒരു വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു വീക്കായിരിക്കും ഈ വീക്ക് പവർ റൂമിൻ്റെ കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ. അല്ലാത്ത പക്ഷം നമുക്ക് കണ്ടന്റുകൾ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. പലരും കളത്തിലിറങ്ങി കളിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഗബ്രിയുടെ ഒരു എവിക്ഷൻ എന്ന് പറഞ്ഞാൽ പലരിലും നല്ലൊരു ഷോക്കായിട്ടുണ്ട്. സായി അടക്കം പതറിയിരിക്കുകയാണ്. സായിയൊക്കെ ഇപ്പോൾ തിരിച്ച് പവർ റൂമിൽ കയറാനായിട്ട് കിടന്ന് ഓടി നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി പവർ റൂമിൻ്റെ ഒരു പവർ എന്താണെന്ന് ഇവർക്ക് മനസ്സിലായി. അത് എവിക്ഷൻ ഫ്രീ എന്ന് പറഞ്ഞൊരു സംഭവം. പവർ റൂമിനും ഇനി ക്യാപ്റ്റനും വേണ്ടിയിട്ട് ഇനി ഹൗസിൽ വൻ കളികൾ ഇനി അവിടെ നടക്കും. അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങൾ നാളത്തെ ലൈവ് കണ്ടിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതുവരെ ബൈ.